ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെയും കൂട്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ ചെന്നു. മദീനത്തെ പള്ളിയിൽ ചെന്ന് സഹാബത്ത് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്തെ, ഇങ്ങൾക്ക് ആർക്കേലും കമ്പും ചുള്ളിയില്ലാത്ത ഇണച്ചങ്ങളില്ലാത്ത ഇങ്ങനെ നേരെ മേപ്പെട്ട് പോണേ ഒരു മരത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സഹാബത്ത് ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു റസൂലു ആലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഈത്തപ്പനയാണ് പറഞ്ഞു. തെങ്ങും അങ്ങനെ തന്നെയാണ്, കവുങ്ങ് അങ്ങനെയാണ്, പല മരങ്ങളുണ്ട്, പനയുണ്ട്, ഒക്കെ അങ്ങനെ തന്നെയാണ്. സദസ്സ് കഴിഞ്ഞ് പോരുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ വാപ്പാട് പറഞ്ഞു, ഇപ്പാ എനിക്ക് നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയേക്കിരുന്ന അത് ഈത്തപ്പനേന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ചെറുക്കത് പറയാഞ്ഞത്? ആ 4 ആളിടയിൽ വെച്ചിട്ട് ഇയ്യതാണ്ട് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുങ്ങാണ്ടുണ്ടാവും ഫേസ്ബുക്കിലൊരു പോസ്റ്റൽ എന്തേച്ച് പറയാഞ്ഞെന്ന് ചോദിച്ചു. അന്നിപ്പോൾ ഫേസ്ബുക്കൊന്നുമില്ല, എന്നാലും ആ അർത്ഥത്തിൽ ഇന്നത്തെ ഭാഷയെ പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞു, ഇതെന്തേ പറയാഞ്ഞത് എന്ന്. അതിൽ മകൻ വാപ്പാടെ ഒരു മറുപടി പറഞ്ഞു, വാപ്പ, എൻ്റെ പിതാവായ നിങ്ങൾ മറുപടി പറയാതിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അതിൽ വാപ്പ പറഞ്ഞു, എടാ ചെറുക്ക, അത് എനിക്കും അറിയായിട്ടൊന്നും ആയിരുന്നില്ല. വാപ്പാൻ്റെ ഗുണം അത് നമ്മൾ പോലും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ അറിയില്ലെങ്കിലും അറിയുന്ന പറയാം, ഓല് അറിഞ്ഞാലും അള്ളാഹു റസൂലു ആലം എന്നാണ് പറയുക. അതാണ് അവരുടെ ഒരു പ്രത്യേകത. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് വിവരമില്ലാത്തവൻ്റെ വിവരമാണ്. വിവരമില്ലാത്തവൻ്റെ വിവരം എന്ന് പറഞ്ഞാൽ ഒരാൾ ഓൻ്റെ പെണ്ണുങ്ങളോട് അന്നെ ഞാൻ 3 പിരിച്ചു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ പള്ളിക്കത്തെ മൂലയരോട് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് അന്നെ ആ 3 പിരിച്ചു എന്ന് പറഞ്ഞു ഉസ്താദ്, എന്താ പഞ്ഞ് കാട്ടുക എന്ന് ചോദിച്ചു. എന്നാൽ ഉസ്താദ് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജിലൊന്ന് പോയിട്ട് അവിടുത്തെ ഉസ്താദന്മാരൊക്കെ ഒന്ന് കണ്ട് ഈ വിവരം പറയാം, എന്നിട്ട് ഓലിതൊക്കെ ഒന്ന് കേട്ടതിൻ്റെ ശേഷം ഒരു തീരുമാനം പറയും, അതിൻ്റെ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താം എന്ന് പള്ളിക്കത്തെ ഉസ്താദ് പറയും. അതേ സമയത്ത് പള്ളിക്കത്തെ ഉസ്താദിനോട് പോയി ചോദിക്കണതിന് പകരം അങ്ങാടി പോയിട്ട് ആ ചായ കച്ചവടം ചെയ്യുന്ന ആളോടോ അല്ലെങ്കിൽ ആ മീൻ കച്ചവടം ചെയ്യുന്ന ആളോടോ അല്ലെങ്കിൽ ആ മുടി വെട്ടുന്ന ആളോടോ ഒന്നും അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളോടോ ചോദിച്ചാൽ അപ്പം കിട്ടും മസല. അത് 3 തലാക്കും പോയിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെ കൂടെ അതും കൂടിയും പറയും, ഇനി മൂല്യന്മാരറ്റ മാറ്റി പറയുമെന്നാവോ എന്നും കൂടിയും പറയും. ഇതിനാണ് വിവരമില്ലാത്തവൻ്റെ വിവരം എന്ന് പറഞ്ഞത്. നമ്മുടെ ഉമ്മത്തിൻ്റെ വലിയൊരു പരാജയമാണത്. അന്തമില്ലാത്തൊരനന്ത കോടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് ഏറ്റവും അന്തം. ഏറ്റവും വലിയ വിവരം അറിയാത്തത് അറിയില്ല എന്നുള്ള വിവരമാണ്. അതില്ലാതെ പോയി എന്നുള്ളതാണ് നമ്മളെ വലിയൊരു പ്രശ്നം. വാട്സപ്പ് വന്നതിന് ശേഷം, ഫേസ്ബുക്ക് വന്നതിന് ശേഷം, ട്വിറ്റർ വന്നതിന് ശേഷം എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാവുമോ എന്ന് നമുക്ക് വെറുതെ തോന്നുക. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണല്ലോ, നമ്മൾ പറയേണ്ട അല്ലാത്തടത്ത് നമ്മൾ അഭിപ്രായം പറയാം. ലോകത്ത് 100 ആൾക്കാരിൽ 20 ആൾക്കാർക്ക് മാത്രമേ ഒരു വിഷയത്തെ ശരിയായ രൂപത്തിൽ മനനം ചെയ്ത് കാര്യങ്ങളെ മനസ്സിലാക്കി തീരുമാനം പറയാൻ കഴിവുള്ളവർ ഉള്ളൂ എന്നാണ്. 80% ആളുകൾ ഫോളോവേഴ്സ് എന്നാണ് അതിന് പറയുക. മറ്റാരെങ്കിലും പറഞ്ഞതിനെ ഫോളോ ചെയ്യാൻ മാത്രമേ ലോക ജനസംഖ്യയിൽ മനുഷ്യന്മാർക്ക് യോഗ്യതയുള്ളൂ. 100 ആളെടുത്താൽ ഒരു വിഷയത്തെ ആഴത്തിൽ പഠിച്ചൊരു തീരുമാനത്തിലെത്താൻ 20 ആൾക്കേ കഴിവുണ്ടാവുള്ളൂ എന്നാണ്. 80 ആൾക്കാർ മറ്റു കഴിവുള്ള ആളുകൾ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരാണ്. ഇന്ന് അവിടുന്ന് വിട്ടിട്ട് 99 ആൾക്കാർക്കും എന്തേലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്നൊന്നിനും പറ്റാതാവുമല്ലോ, അതുകൊണ്ട് കടക്കട്ടെ ഒരു കമാൻഡ് എന്ന് തീരുമാനിക്കുന്നവരായി മാറി. ഇതിനെയാണ് വിവരമില്ലാത്തവരെ വിവരം എന്ന് പറഞ്ഞത് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് മാറി. എന്തായാലും ആവട്ടെ, ഇങ്ങനെ ഒരുപാട് സംഗതികൾ. അപ്പോൾ ഈ നമുക്കൊരു വിഷയത്തെക്കുറിച്ച്, അപ്പോൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അറിയുമെങ്കിലും അറിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടായി എന്നതിൻ്റെ ഉത്തരം
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന വാപ്പാക്ക് ആ ഗുണമുണ്ടായിരുന്നു എന്നതാണ്. വാപ്പാൻ്റെ ഗുണമാണ് മക്കൾക്കുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്. വാപ്പാൻ്റെ ഗുണമാണ് മക്കൾക്കുണ്ടാകുക. ഇതിനനുബന്ധമാണ് ആറാമത്തെ ഒരു കാര്യം ഇൽമ് ഒരു മനുഷ്യനിൽ നിലനിൽക്കണമെങ്കിൽ ചില പ്രത്യേകമായ കാര്യങ്ങൾ ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൽമിനെയും ഇൽമിൻ്റെ അഹ്ലുകാരെയും ഇൽമുമായി ബന്ധപ്പെട്ട വസ്തുക്കളെയും ബഹുമാനിക്കുന്നവർക്ക് മാത്രമാണ് ഇൽമ് നിലനിൽക്കുക. നമ്മളെപ്പോഴും ദ്വാരക്കലുണ്ട്, പഠിച്ചോനെ നാഫിയായ ഇൽമ് തരണേ അല്ലാ. ഈ നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമല്ല, ശരിക്ക് രണ്ടെണ്ണം, ആളാണ് രണ്ടെണ്ണം. നാഫി ആയ മനുഷ്യൻ പഠിക്കുന്ന അറിവുകൾക്കാണ് നാഫിയായ ഇൽമ് എന്ന് പറയുന്നത്. അപ്പം നാഫിയായ ഇൽമ് തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ വേറെ കുറേ വിവരം തരണേ എന്നല്ല, ഉള്ള വിവരത്തെ നാഫിയാക്കി തരണേ എന്നാണ്. നമ്മൾ മയ്യത്ത് കൊടുന്ന് വെച്ചിട്ട് മയ്യത്ത് സ്കരിക്കുമ്പോൾ ദ്വാരക്കുമല്ലോ, അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വസി മദ്ഖലഹു വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദി വനഖ്ഹിഹി മിനൽ ഖതായ കമാ യുനഖ്ഖസ് തൗബുൽ അബിയദ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് പറഞ്ഞാൽ വേറെ പെണ്ണിട്ടിക്കണേ എന്നല്ല, പിന്നെന്താ, ഉള്ള പെണ്ണുങ്ങളെ നന്നാക്കണേ എന്നാണ്. വേറെ വീട് എന്ന് പറഞ്ഞാൽ ഉള്ള വീട് നന്നാക്കണേ എന്നാണ്. എന്നതുപോലെ തന്നെയാണ് ഈ സംഗതി. നാഫിയായ ഇൽമ് തരണേ എന്ന് പറഞ്ഞാൽ വേറെ കുറേ വിവരം തരണേ എന്നല്ല, ഉള്ള വിവരത്തെ ഉപകാരമുള്ളതാക്കി തരണേ എന്നതാണ്. ഇൽമ് നാഫി ആവണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യം, ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്യണം. ഉള്ള ഇൽമു കൊണ്ട് അമൽ ചെയ്യുമ്പോഴേ ഇൽമു നാഫി ആകുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം, ഗുരുവിനെ ആദരിക്കണം. ശരിക്കും ഇൽമു പഠിപ്പിക്കുന്നതിൻ്റെ മുമ്പ് രക്ഷിതാക്കൾക്ക് നിർബന്ധമാവുന്നതാണ് അദബ് പഠിപ്പിക്കൽ. ഇൽമു രണ്ടാമത്തെ നിർബന്ധമാണ്, അദബ് ഒന്നാമത്തെ നിർബന്ധമാണ്. ഇൽമു പഠിപ്പിക്കുന്നതിൻ്റെയും മുമ്പ് രക്ഷിതാക്കൾക്ക് അദബ് പഠിപ്പിക്കൽ നിർബന്ധമാവും എന്നാണ്. ഇൽമു പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നണേ, അദബ് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമാവും. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് അതിൻ്റെ മര്യാദക്ക്. പള്ളിയിൽ കയറുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പള്ളിയുടെ മര്യാദ. ഒരാൾ പള്ളിക്ക് കയറിയില്ല എന്ന് വിചാരിക്കുക, കയറിയ തന്നെയല്ല, ജുമാക്കും പോയില്ല, പള്ളിയേക്ക് കയറിയ തന്നെയല്ല, എന്നാൽ ഓൻ പള്ളി കയറിയിട്ടില്ല എന്നേ വരുള്ളൂ. പള്ളി കയറിയിട്ട് മൂത്രാക്കിയാൽ ആൾ മുർത്തതാവും. മുസാഫ് എടുത്തില്ല, ഒരാൾ മുസാഫ് എടുത്തത് തന്നെയല്ല, എന്നാൽ അയാൾ മുസാഫ് എടുത്തിട്ടില്ല എന്നേ വരുള്ളൂ. മുസാഫ് എടുത്തിട്ട് അതിൽ മ്ലേച്ഛമാക്കിയാൽ ആൾ ഇസ്ലാം തീരുന്ന് പുറത്തു പോവും. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആ വിഷയത്തിൻ്റെ മര്യാദ പാലിക്കുന്നതിന്. അതുകൊണ്ട് ഗുരുവിനോടുള്ള, ഉസ്താദിനോടുള്ള, അധ്യാപകനോടുള്ള മര്യാദ പാലിക്കാൻ രക്ഷിതാവാണ് പഠിപ്പിക്കേണ്ടത്.